അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ആക്സെപ്റ്റ് മീ എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററാണ്. ആക്സെപ്റ്റ് മീ എന്ന് പറഞ്ഞ ചാപ്റ്റർ ലീവിങ് സ്മൈൽ വിദ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വിദ്യേനെ പറ്റി നോക്കാം. ഇതിൻ്റെ ഓഥറിനെ, ഈ ഒരു വർക്കിൻ്റെ ഓഥറിനെ പറ്റി നോക്കാം. ഇതിൻ്റെ ഓഥർ ഞാൻ പറഞ്ഞു, ഈ ഒരു സ്റ്റോറിയുടെ ടൈറ്റിൽ എന്താണ്? ആക്സെപ്റ്റ് മീ എന്നുള്ളതാണ്. ലീവിങ് സ്മൈൽ വിദ്യയാണ് ഇതിൻ്റെ ഓഥർ. നമുക്ക് നോക്കാം വിദ്യേനെ കുറിച്ച്. ലീവിങ് സ്മൈൽ വിദ്യ അവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് നോക്കാം. ലീവിങ് സ്മൈൽ വിദ്യ ഓൾസോ നോൺ ആസ് സ്മൈലി, അവരെ സ്മൈലി എന്നും അറിയപ്പെടുന്നുണ്ട്. അവരൊരു ഇൻസ്പിറേഷണൽ, എല്ലാവർക്കും പ്രചോദനമാകുന്ന ഒരു ഇന്ത്യൻ ട്രാൻസ് വുമൺ റൈറ്ററാണ്. അതാണ് അവരുടെ പ്രത്യേകത. ട്രാൻസ് വുമൺ ആണ് അവർ. ആക്ടിവിസ്റ്റാണ്, തിയേറ്റർ ആർട്ടിസ്റ്റ്, അതുപോലെ തന്നെ ഫിലിം ഡയറക്ടറും കൂടിയാണ് ഇവർ. ഒരു ട്രാൻസ് ആണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഷീ വാസ് ബോൺ ഓൺ 25 മാർച്ച് 1982 ജനനം. ആസ് എ ബോയ്, ഒരു ആൺകുട്ടിയായിട്ടായിരുന്നു ജനനം. പിന്നീടാണ് സ്ത്രീയായിട്ട് മാറുന്നത്. അച്ഛൻ്റെ പേര് രാമസ്വാമി ആൻഡ് അമ്മയുടെ പേര് വീരമ്മ. ഇൻ എ ദളിത് ഫാമിലി, ഒരു ദളിത് ഫാമിലിയിലാണ് ചെന്നൈയിൽ. ഹെർ പാരൻസ് നെയിംഡ് ഹെർ. അപ്പോൾ എന്ത് പേരാണ് കൊടുത്ത? ആദ്യം ആൺകുട്ടിയായിരുന്നല്ലോ, അപ്പോൾ ശരവണ എന്നാണ് പേര് കൊടുത്തത്. ബിഫോർ ഷീ ടുക്ക് ദ നെയിം വിദ്യ. അതിനുശേഷം ഒരു സ്ത്രീയായി മാറിയപ്പോഴാണ് പിന്നെ വിദ്യ എന്ന പേര് ലഭിക്കുന്നത്. ആഫ്റ്റർ ഫിനിഷിങ് ഹെർ പോസ്റ്റ് ഗ്രാജുവേഷൻ, PG ശേഷം അവർ പൂനെക്ക് പോയി. ഷി വെന്റ് ടു പൂനെ ഫോർ ജെൻഡർ റീ അസൈൻമെൻറ്റ് സർജറി. അങ്ങനെ അവിടെ വെച്ചൊരു സർജറി നടന്നു. ടു ബിക്കം എ ട്രാൻസ് വുമൺ, അങ്ങനെ അവർ ട്രാൻസ് വുമൺ ആയെന്നാണ് പറയുന്നത്. ഷി വാസ് ദ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ടു വർക്ക് ഇൻ എ മെയിൻ സ്ട്രീം ജോബ് പ്രൊഫൈൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു നല്ലൊരു ജോബിൽ എത്തുന്ന ആദ്യ ഒരു ട്രാൻസ്ജെൻഡർ വുമൺ ആണ് അവർ. ഷീ കറൻ്റ്ലി വർക്ക്സ് ഫോർ എ വോളണ്ടറി ഓർഗനൈസേഷൻ എൻഗേജ്ഡ് ഇൻ സെർവിങ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് ഇൻ ചെന്നൈ. അവിടെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഹെർ ഓട്ടോബയോഗ്രഫി, അവരുടെ ആത്മകഥയാണ്. എന്താണ് ആത്മകഥയുടെ പേര്? ഐ ആം വിദ്യ. ഐ ആം വിദ്യ എന്ന് പറയുന്നത് അവരുടെ ഓട്ടോബയോഗ്രഫിയാണ്. 2008 എഴുതിയത്. വാസ് ഒറിജിനലി റിട്ടൺ ഇൻ തമിഴ്. അതിൻ്റെ ഒറിജിനൽ വേർഷൻ തമിഴിലാണ്. അത് പിന്നീട് പല പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. നമുക്കിപ്പോൾ പഠിക്കാനുള്ള ചാപ്റ്ററിൻ്റെ പേര് ആക്സെപ്റ്റ് മീ, എന്നെ നിങ്ങൾ സ്വീകരിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ആക്സെപ്റ്റ് മീ ഈസ് എ ചാപ്റ്റർ ഫ്രം, ഇതൊരു ചാപ്റ്ററാണ്. ലിവിങ് സ്മൈൽ വിദ്യാസ് ഓട്ടോബയോഗ്രഫി ഐ ആം വിദ്യ, ദ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ഓട്ടോബയോഗ്രഫി ഫ്രം ഇന്ത്യ. അപ്പം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ആക്സെപ്റ്റ് മീ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഈ വിദ്യയുടെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ഐ ആം വിദ്യ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ നിന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ആദ്യമായിട്ടൊരു ട്രാൻസ്ജെൻഡർ ഓട്ടോബയോഗ്രഫി എഴുതിയതായിരിക്കും എന്ത് ഐ ആം വിദ്യ എന്ന് പറയുന്നത്. അതിലൊരു ചാപ്റ്ററാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്, ആക്സെപ്റ്റ് മീ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. അപ്പോൾ ഇത്ര തന്നെയാണ് ഇവിടെ ലിവിങ് സ്മൈൽ വിദ്യേനെ കുറിച്ച് നമ്മൾ നോക്കി. ഇനി ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇൻട്രൊഡക്ഷൻ എന്നോണം നമുക്ക് ഈ ചാപ്റ്റർ നോക്കാം. ആക്സെപ്റ്റ് മീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാപ്റ്ററാണ്. ഓട്ടോബയോഗ്രഫി, വിദ്യയുടെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ആത്മകഥയായിട്ടുള്ള ഐ ആം വിദ്യ എന്നതിലെ ഒരു ചാപ്റ്ററാണ് ആക്സെപ്റ്റ് മീ. അതാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പറഞ്ഞു തരുന്നത് ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് ആൻഡ് സ്ട്രെനിയസ് ജേർണി ഓഫ് വിദ്യ ഇൻ സെർച്ച് ഓഫ് ഹെർ ഐഡൻറ്റിറ്റി. വിദ്യ അവരുടെ യഥാർത്ഥ വ്യക്തിത്വം അന്വേഷിച്ചിട്ട്, അല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ അവരുടെ ഒരു നിലനിൽപ്പ് അന്വേഷിച്ചിട്ട്, ഒരു ഐഡൻറ്റിറ്റി അന്വേഷിച്ചിട്ടുള്ള അവരുടെ ഒരു ജേർണിയിൽ അവരനുഭവിക്കേണ്ടി വന്ന വിഷമങ്ങളും അവരുടെ അനുഭവങ്ങളൊക്കെയാണ് ഇതിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ് ആർ മാർജിനലൈസ്ഡ്, ഡിസ്ക്രിമിനേറ്റഡ് ആൻഡ് ഹ്യൂമിലേറ്റഡ് ബൈ ദ സൊസൈറ്റി. പൊതുവേ ട്രാൻസ്ജെൻഡേഴ്സ് എന്താ പറയുക, പിന്നിലേക്ക് വലിക്കപ്പെട്ടവരാണ്. വേർതിരിവുകളുണ്ടാവും. അതുപോലെ തന്നെ ചൂഷണം ചെയ്യപ്പെടുകയും ഒരുപാട് നാണക്കേട് അനുഭവിക്കേണ്ടി വന്ന ഒരു വിഭാഗമാണെന്നാണ് പറയുന്നത് സമൂഹത്തിൽ. വിദ്യ ഈസ് കൺഫ്യൂസ്ഡ് ആൻഡ് സ്ട്രെസ്ഡ്. വിദ്യ അതുപോലെ തന്നെ ഈ ഒരു വിദ്യയ്ക്കും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സ്റ്റേജുകളും സ്ട്രെസ്സും തോന്നിയിട്ടുണ്ട്. വെൻ ഷീ ലീവ്സ് ഹെർ ഒറിജിനൽ നെയിം, അവളുടെ യഥാർത്ഥ പേര് വിട്ടു പോയപ്പോൾ, കാരണം യഥാർത്ഥത്തിൽ ആദ്യം അവളൊരു പുരുഷനായിരുന്നു, ആ ഒരു പേര് വിട്ടു പോയപ്പോൾ, ആൻഡ് ഫാമിലി, വീട് വിട്ടു പോയപ്പോൾ, ടു ബിക്കം എ തിരുനാങ്ങായി,
തിരുനാങ്ങായി ആയിട്ട് അവർ മാറുമ്പോൾ ഈ ഒരു തിരുനാഗായ് എന്ന് പറയുന്നത് ഒരു വാക്കാണ്. തിരുനാഗായ് എന്ന് പറഞ്ഞ വാക്ക് കോയിൻ ചെയ്തത് എം കരുണാനിധിയാണ് ടു ഡിനോട്ട് ട്രാൻസ്ജെൻഡേഴ്സ്. ട്രാൻസ്ജെൻഡേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വിളിക്കാനായിട്ട് എം കരുണാനിധി കോയിൻ ചെയ്ത പേരാണ് തിരുനാങ്ങായ് എന്ന് പറയുന്നത്. തിരുനാങ്ങായ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇതിലൊരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. ഇതിലൊരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്, എല്ലാം ട്രാൻസ്ജെൻഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള കുറേ കഥാപാത്രങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. നമുക്ക് നോക്കാം, ഓരോരുത്തരുടെ പേര് എടുത്ത് അവർ ആരാന്നൊക്കെ നോക്കാം. കലൈച്ചെൽവി ആയ ടുക്ക് മീ ടു പൂനെ ബൈ ട്രെയിൻ. അപ്പോൾ ഇവിടെ വിദ്യ പറയാണ്, സ്മൈലി വിദ്യ പറയാണ്, കലൈച്ചെൽവി ആയ എന്ന് പറഞ്ഞ ഒരാളാണ്, ഒരു സ്ത്രീയാണ്, അവരൊരു ട്രാൻസ്ജെൻഡർ ആണ് കേട്ടോ. കലൈച്ചെൽവി ആയ എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ ആണ്. അവരാണ് വിദ്യേനെ ആദ്യമായിട്ട് പൂനെക്ക് കൊണ്ടുവന്നത്. അക്കോർഡിംഗ് ടു ദ ട്രഡീഷൻ ഓഫ് തിരുനാങ്ങായ്സ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു പാരമ്പര്യം അനുസരിച്ച് ഷീ വാസ് ബൈ നാനി ഓർ മെറ്റേണൽ ഗ്രാൻഡ് മദർ. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിലെ ഇവർ ഈ ട്രാൻസ്ജെൻഡറായിട്ട് മാറുമ്പോൾ ഇവർക്ക് ചില ആളുകളെ ഇന്ന അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ ചേട്ടൻ, ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ യഥാർത്ഥ കുടുംബം കാര്യങ്ങളൊക്കെ വിട്ടിട്ടാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡറായിട്ട് മാറുന്നത്. അപ്പോൾ ആ ട്രാൻസ്ജെൻഡറാണ് പിന്നെ അവരുടെ കുടുംബം. അപ്പോൾ ഇന്ന ആൾക്ക് ഇന്ന ആൾ ഗ്രാൻഡ് മദർ, ഇന്ന ആൾക്ക് ഇന്ന ആൾ മദർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. ഇവിടെ വിദ്യയ്ക്ക് ഗ്രാൻഡ് മദറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കലൈച്ചെൽവി ആയേനെയാണ്. ഇനി വേറൊരു അമ്മയുടെ പേര് പറയുന്നുണ്ട്, അനദർ അമ്മ ശാന്തി ഓൾസോ എക്കമ്പനീഡ്. അപ്പോൾ അവരുടെ കൂടെ ഈ ഒരു ശാന്തി എന്ന് പറഞ്ഞ അമ്മയും കൂടെ ഉണ്ട്. ദേ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ദ ജേർണി പ്ലേയിങ് കാർഡ്സ് ആൻഡ് ബോസിങ് ഓവർ മീ. അവരൊരുപാട് സമയം ഈ കാർഡ് കളിച്ചൊക്കെ, അതുപോലെ ഒരു കുഞ്ഞു ജോലികളൊക്കെ വിദ്യേനെ കൊണ്ട് ചെയ്യിപ്പിച്ചൊക്കെ അങ്ങനെ കടന്നുപോയി. ദേ കോൺസ്റ്റൻ്റ്ലി ഗേവ് മീ എറൻഡ്സ് ടു ഡു. ഇടയ്ക്കിടയ്ക്ക് ചെയ്യാനുള്ള ചെറിയ ജോലികളൊക്കെ അവർ കൊടുത്തു. ഐ ഡിഡിൻറ്റ് മൈൻഡ് അറ്റ് ഓൾ. അതൊന്നും വിദ്യയ്ക്കൊരു പ്രശ്നമല്ലായിരുന്നു. നോർ ഡിഡ് ഐ റീസൺ ദെയർ ബോസിനെസ്. ഓൾ ദ സ്ട്രഗിൾസ് ഓഫ് ദ പാസ്റ്റ് ടു എസ്റ്റാബ്ലിഷ് മൈ ഐഡൻറ്റിറ്റി ആസ് എ വുമൺ ഹാഡ് ഹാർഡൻ മീ. വിദ്യ പറയാണ്, വിദ്യയ്ക്ക് അവർ കൊടുത്ത ചെറിയ ജോലികളൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. കാരണം ഒരു സ്ത്രീയായി മാറുന്നതിന് മുമ്പ്, അവരുടെ ഒരു വ്യക്തിത്വം മനസ്സിലാക്കാൻ മുമ്പ് അവരൊരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയതെന്ന് പറയാണ്. ഐ വാസ് ഇംപർട്ടർട്ടബിൾ, പ്രിപ്പയർഡ് ടു എനിത്തിങ് ടു ലൂസ് ഓൾ ദ ട്രേസസ് ഓഫ് മാൻലിനെസ് ഇൻ മീ. അപ്പോൾ അവർ പറയാണ്, അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന പുരുഷത്വം, അല്ലെങ്കിൽ ആ ഒരു പുരുഷനായിരുന്നല്ലോ ആദ്യം, അപ്പോൾ അതിൻ്റെ എല്ലാ വേരുകളും അല്ലെങ്കിൽ ആ ഒരു ട്രേസുകളും മൊത്തത്തിൽ പിഴുതെറിയാൻ അവർ തയ്യാറായിരുന്നു എന്ന് പറയാണ്. ആൻഡ് ദസ് വോൾ ഹാർട്ടഡ്ലി എംബ്രേസ്ഡ് ദ സൊനോറിറ്റി ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ്. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും ഇഷ്ടത്തോടു കൂടെ ആ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കുടുംബത്തിൽ ചേർന്നു എന്ന് പറയാണ്. Older Tirunagais usually expect a demonstration of a great deal of respect from younger Tirunagais. അതാണ് ഇമ്പോർട്ടൻ്റ്. ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിലേ മുതിർന്നവർ, ഒരുപാട് പ്രായമായിട്ടുള്ളവർ ഈ ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് ബഹുമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ദേ ഡിമാൻഡ് ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ്. അനുസരണ വേണം. ആൻഡ് വോണ്ട് ടോളറേറ്റ് യങ്ങർ ഗേൾസ് സിറ്റിംഗ് വിത്ത് ദം ഓൺ ആൻ ഈക്വൽ ലെവൽ. അപ്പം അതുകൊണ്ട് ഈ പ്രായമായിട്ടുള്ളവരുടെ ഒപ്പം ചെറുപ്പക്കാർ ഇരിക്കാനായിട്ട് അവർ അനുവദിക്കാറില്ല. ടച്ചിങ് ദെയർ ഫീറ്റ് ഈസ് അനദർ സ്റ്റാൻഡേർഡ് എക്സ്പെക്റ്റേഷൻ. ഇടയ്ക്ക് കാല് തൊട്ട് വണങ്ങണമെന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. ഷോയിങ് റെസ്പെക്റ്റ് ടു എൽഡേഴ്സ് ഈസ് സംതിങ് ഇന്ത്യൻസ് ഹാവ് കം ടു ആസ് എ പാർട്ട് ഓഫ് ട്രഡീഷൻ. നമുക്കറിയാം, ഇന്ത്യക്കാരുടെ ഇടയിൽ തന്നെ മുതിർന്നവരെ ബഹുമാനിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. But the demands made by the older Tirunagais exceed all these social requirements. പക്ഷേ ഈ ഒരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ മുതിർന്നവരെ ആവശ്യപ്പെടുന്നൊരു ബഹുമാനം ഇത്തിരി കൂടുതലാണെന്നാണ് പറയണത്. എന്തൊക്കെയാ? വൺ ഹാസ് ടു ക്യാരി ഔട്ട് എവരി എറൻഡ് വിത്തൗട്ട് എനി മർമർ. ഈ പ്രായമുള്ളവർ പറയുന്ന എല്ലാ ജോലിയും ഒന്നും എതിർത്ത് പറയാതെ ഒക്കെ ചെയ്യണം. ഈവൻ ക്ലീനിങ് ദെയർ സ്പിറ്റിയൻസ് ടിൽ ദേ ഷൈൻ. അപ്പോൾ അവർ തുപ്പുന്ന കോളാമ്പികളാണെങ്കിൽ അതുപോലും
ഒരു മടിയും കൂടാതെ ആ ഒരു പാത്രം തിളങ്ങുന്ന വരെ തേച്ച് കഴുകണം. പ്രസ്സിങ് ദർ ഫീറ്റ് ഈസ് സംതിങ് ദേ കോൺസ്റ്റൻ്റ്ലി വാണ്ടഡ് അസ് ടു ഡു. ഇടയ്ക്കിടയ്ക്ക് അവരുടെ ആ മുതിർന്നവരുടെ കാലൊക്കെ തിരുമ്പി കൊടുക്കണം. ഇനി മൈ അമ്മ ഇൻ ദ വേൾഡ് ഓഫ് തിരുനാഗായ്സ് വാസ് അരുണമ്മ. അപ്പോൾ ഇവിടെ വിദ്യയ്ക്ക് ഒരു അമ്മേനെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി കൊടുത്തു. അതാരാണ്? അരുണമ്മയാണ്. ഹു റാൻ ആൻ NGO. അവരൊരു NGO ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ ഒരു NGO തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് വാസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ എക്സ്റ്റേണൽ വേൾഡ്. അതുകൊണ്ട് തന്നെ അവർക്ക് പുറം ലോകമായിട്ട് നല്ല ബന്ധമുണ്ട്. I did not face the usual problems between junior and senior തിരുനാഗായ്സ് വിത്ത് her. അരുണമ്മയായിട്ട് ഒരു ജൂനിയർ സീനിയർ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തില്ല എന്ന് പറയാണ്. മെരി തിരുനാഗായ്സ് ലിവ്ഡ് ഇൻ ചൂലൈമേഡു വെർ ഹെർ NGO വാസ് ലൊക്കേറ്റഡ്. അവിടെയാണ്. അപ്പോൾ ഈ ഒരു അരുണമ്മയുടെ NGO വർക്ക് ചെയ്യുന്നത് ചൂലൈമേഡുവിലാണ്. They often visited us and gave me the kind of troubles Arunamma spared me. But these were brief inconveniences. ചെറിയ പ്രശ്നങ്ങളാണ് പറയണത്. Once you settle down in a group of തിരുനാഗായ്സ്, the harassment stop. ആദ്യത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പിന്നെ ഒരു തിരുനാഗായിൻ്റെ ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ രീതിയിൽ ഹരാസ്മെൻറ്റ് ഉണ്ടാവില്ല, അത് സ്റ്റോപ്പ് ആവുമെന്ന് പറയാണ്. The arrival of a new തിരുനാഗായ് helps to some extent as an attention to diverted to her. പിന്നെ ആദ്യത്തിൽ ചെല്ലുമ്പോൾ കുറേശ്ശെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പുതിയൊരു തിരുനാഗായി ആ ഒരു ഗ്രൂപ്പിൽ മെമ്പർ ആവുമ്പോൾ ആ പ്രശ്നം കുറയും. കാരണം എന്താ? എല്ലാവരുടെയും ശ്രദ്ധ ആ പുതിയ വന്ന ആളുടെ അടുത്തേക്ക് പോകും. പിന്നെ പുതിയ വന്ന ആളായിരിക്കും പ്രശ്നം. സംവാട്ട് ഇൻ ദ മാനർ ഓഫ് കോളേജ് റാഗിങ്. ഇത്തരം കോളേജിലൊക്കെ ഉണ്ടാകുന്ന റാഗിങ്ങിന് പോലെ തന്നെയാണ് ഈ തിരുനാഗായുടെ ഇടയിലും ആദ്യം ചെല്ലുമ്പോൾ എന്ന് പറയാണ്. വിക്ടിം ടേൺ ടോർമെൻറ്റസ് ഓവർ നൈറ്റ്. പുതിയ ആൾ വരുമ്പോൾ പഴയ ആൾ ആരായിട്ട് മാറും? രാജാവിനെ പോലെ ആയിട്ട് മാറും, അല്ലെങ്കിൽ പുലിയായിട്ട് മാറാന്നൊക്കെ പറയില്ലേ, അങ്ങനെ. അൺലൈക്ക് കോളേജ് സ്റ്റുഡൻസ്, ദീസ് ആർ പീപ്പിൾ ഹു ഹാവ് ബീൻ മാർജിനലൈസ്ഡ് ബൈ ദ സൊസൈറ്റി. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് സ്റ്റുഡൻസ് ഒരിക്കലും പിന്നോക്ക വിഭാഗമല്ല. പക്ഷേ ഈ തിരുനാഗായി എന്താണ്? എല്ലാവരും സമൂഹം പിന്നിലേക്ക് വലിക്കപ്പെട്ടവരാണ്. ഇൻസൾട്ടഡ്, ഒരുപാട് ഇൻസൾട്ട് അനുഭവിച്ചവരാണ്. ആൻഡ് ഹ്യൂമിലിയേറ്റഡ്, നാണക്കേട് അനുഭവിച്ചവരാണ്. ഈവൻ കേഴ്സ്ഡ്, ശപിച്ചവരും ആണെന്ന് പറയാണ്. പെർഹാപ്സ് ദേ ഫൈൻഡ് സം റെസംബ്ലൻസ് ഓഫ് റിലീസ് ഫ്രം ദെയർ ടോർമെൻറ്റ്സ് ബൈ ഒക്കേഷണലി ടോണ്ടിങ് അതേഴ്സ്. അവർക്ക് ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ കളിയാക്കുമ്പോൾ ഒരു സമാധാനമൊക്കെ ചിലപ്പോൾ തോന്നും. കാരണം എന്താ? അവർ അത്രയും അനുഭവിച്ചിട്ടുള്ളവരാണ് സമൂഹത്തിൽ നിന്നും എന്ന് പറയാണ്. ഐ വാസ് ഓൾവേസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്പിരിറ്റ്. ഇപ്പോൾ വിദ്യ പറയാണ്, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു എന്ന് പറയാണ്. റെഫ്യൂസിങ് ടു സബ്മിറ്റ് ടു എനി വൺ വിത്തൗട്ട് റീസൺ. ഞാൻ മറ്റുള്ളവരുമായിട്ട് വഴക്കൊന്നും ഒരിക്കലും അനാവശ്യമായിട്ട് ഉണ്ടാക്കാറില്ല. നത്തിങ് വാസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പ്രിസർവിങ് മൈ ഡിഗ്നിറ്റി. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കുക എന്നതായിരുന്നു എന്ന് പറയാണ്. വെദർ മൈ എഡ്യൂക്കേഷൻ ഓർ മൈ ഇൻഹറൻറ്റ് നേച്ചർ വേർ ടു ബ്ലെയിം ഫോർ ദീസ് ഐ ആം നോട്ട് ഷുവർ. ഒരുപക്ഷെ ഞാൻ വിദ്യാഭ്യാസം കുറച്ച് എനിക്കുള്ളത് കൊണ്ടായിരിക്കാം ഇത് എന്ന് പറയാണ്. വെൻ കലൈച്ചേവി ആയ ആൻഡ് ശാന്തി അമ്മ ട്രൈഡ് ടു ബോസ് ഓവർ മീ ആൻഡ് ഗേവ് മീ ഫ്രീക്വൻറ്റ് എറൻസ് ഐ ഹാഡ് ടു ചെക്ക് മൈ പ്രൈഡ്. ചില സമയത്തൊക്കെ ഈ ഒരു കലൈച്ചേവി ആയ ശാന്തി അമ്മയൊക്കെ എന്നെ വളരെയധികം ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് കുറേ ജോലികൾ തരുമ്പോൾ എനിക്കൊരു അഭിമാനം എന്നിൽ നിന്ന് ചോർന്നു പോവാറുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാറുണ്ടെന്ന് പറയാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? പ്രിയാസ് വോയിസ് കോട്ട് മൈ അറ്റൻഷൻ. മറ്റൊരു ട്രാൻസ്ജെൻഡറാണ് പ്രിയ. പ്രിയയുടെ ശബ്ദം ഞാൻ ശ്രദ്ധിക്കുക എന്ന് പറയാണ്. ഷി വാസ് ഗോയിങ് ടു പൂനെ വിത്ത് അസ്. ആ പ്രിയയും ഞങ്ങളുടെ കൂടെ പൂനെയിലേക്ക് വരുന്നുണ്ട്. ഐ ഹാഡ് മെറ്റ് ഹെർ വൺസ് അറ്റ് അരുണാസ് പ്ലേസ്. അരുണമ്മയുടെ വീട്ടിലാണ് ഞാൻ പ്രിയനെ ആദ്യമായി കണ്ടിട്ടുള്ളത്. ഷി ഹാഡ് ജോയിൻ ദ തിരുനാഗായ് ക്ലാൻ വെൻ ഷി വാസ് 16. 16 വയസ്സായപ്പോൾ പ്രിയ ഈ ഒരു തിരുനാവായ് ഗ്യാങ്ങിൽ ചേർന്നിട്ടുണ്ട് എന്ന് പറയാണ്. അറ്റ് അരുണാസ് പ്ലേസ് ഷി ഹാഡ് ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. എന്നോട് അവളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അവൾ? മൈ നെയിം ഈസ് പ്രിയ എന്നാണ് അവൾ പറഞ്ഞത്. വി വെർ ഓഫ് ദ സെയിം ഏജ്. ഞങ്ങൾക്ക് ഒരു വയസ്സാണ് എന്ന് പറയാണ്. ആൻഡ് ഷി വാസ് വെരി പ്ലസൻറ്റ് കമ്പനി. അപ്പോൾ രണ്ടുപേർക്കും, വിദ്യയ്ക്കും പ്രിയയ്ക്കും എത്ര തന്നെയാണ് പ്രായം? 16. ആ ഒരു പ്രായത്തിൽ അവൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവർ സെയിം ഏജ് ആണെന്നാണ് പറയുന്നത്. ഐ ലൈക്ക്ഡ് ഹെർ ഇമീഡിയറ്റ്ലി.
അപ്പോൾ സ്മൈലി വിദ്യയ്ക്ക് ഈ ഒരു പ്രിയ എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡറിനോട് ഭയങ്കര പെട്ടെന്നൊരു ഇഷ്ടം തോന്നിയെന്ന് പറയാണ്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് കഥാപാത്രങ്ങളെ നമുക്ക് നോക്കാം. ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വിദ്യയാണ് ഈ ഒരു ആക്സെപ്റ്റ് മീ എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററിൻ്റെ റൈറ്ററാണ്. ആൻഡ് ഹെർ ഓൾഡ് നെയിം എന്തായിരുന്നു? പണ്ടത്തെ പേര് ശരവൺ എന്നായിരുന്നു. ആദ്യം ട്രാൻസ്ജെൻഡർ ആയപ്പോൾ ആദ്യത്തെ പേര് ശരവന്ന്, പിന്നെ ട്രാൻസ്ജെൻഡർ ആയപ്പോൾ പ്രീതി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് വിദ്യ എന്ന പേര് ഫിക്സ് ചെയ്യുകയായിരുന്നു. പിന്നെ കലൈച്ചേവി ആരാ? ഈ കലൈച്ചേവിയാണ് വിദ്യേനെ പൂനെക്ക് കൊണ്ടുപോകുന്നത്. ട്രെയിനിലാണ് കൊണ്ടുപോകുന്നത്. കാരണം അതൊരു പാരമ്പര്യമാണ് തിരുനാഗായിസിൻ്റെ. ഷി വാസ് നാനി. അപ്പോൾ ആ ഒരു ട്രഡീഷൻ പ്രകാരം വിദ്യയുടെ നാനിയാണ് അല്ലെങ്കിൽ ഗ്രാൻഡ് മദറാണ് കലൈച്ചേവിയായ. ശാന്തി എന്ന് പറയുന്നത് മറ്റൊരമ്മയാണ്. അരുണമ്മ ആരാന്ന്? ആ ഒരു തിരുനാഗായി കുടുംബത്തിൽ അവൾക്ക് കിട്ടിയ അവളുടെ സ്വന്തം അമ്മയാണ് അരുണമ്മ. സ്വന്തം അമ്മയായിട്ട് കാണുന്ന അമ്മയാണ് അരുണമ്മ. പ്രിയ ആരാണ്? ആ പ്രിയ എന്ന് പറഞ്ഞ ഗേളാണ് ഇപ്പോൾ വിദ്യയുടെ ഒപ്പം ഉള്ളത്. രണ്ടുപേർക്കും സെയിം ഏജാണ്. ഈ വിദ്യയ്ക്ക് പ്രിയേനെ ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇത്ര ക്യാരക്ടേഴ്സാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അടുത്തത് പാസ് ഇൻ ദ ഹാർട്ട് ഓഫ് പൂനെ സറൗണ്ടഡ് ബൈ. അങ്ങനെ പൂനെയിൽ എത്തുകയാണ്. അവിടെ ഭയങ്കര ബിസി ഷോപ്പിംഗ് ഏരിയാസ് ഉണ്ട്, സ്ട്രീറ്റ്സുകളുണ്ട്. ഓൾ ഓഫ് ദം ലീഡിങ് ടു ദ മെയിൻ റോഡിലേക്കും പല റോഡുകളിലേക്കും അത് എത്തിച്ചേർക്കുന്നുണ്ട്. ദ സ്ട്രീറ്റ് വി വർ ഹെഡഡ് ഫോർ വാസ് ഇൻ ദ തിക്ക് ഓഫ് എ മാർക്കറ്റ് ഏരിയ ഉണ്ട് അവിടെ. ഓൾ ദ നേരോ ബിഗിനിങ് ഓഫ് ദ സ്ട്രീറ്റ് വാസ് എ പബ്ലിക് കൺവീനിയൻസ്. ആഫ്റ്റർ വിത്ത് ദ റോഡ് വേ വൈഡൻ പ്രോഗ്രസീവ്ലി വിത്ത് ദ ഹൗസസ്. വീടുകളുണ്ട്. ലൈനിങ് ഇറ്റ് രണ്ട് സൈഡിലും വീടുകളുണ്ട്. അവർ ഓട്ടോറിക്ഷ റീച്ച്ഡ് ദർ ഇൻ 10 minutes. അങ്ങനെ ഓട്ടോറിക്ഷയിൽ അവർ പൂനെ സിറ്റിയിൽ എത്തി. എന്താ ഓട്ടോ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ആയ ഡ്രാഗ്ഡ് മീ ബൈ ദ ഹാൻഡ് ഇൻ എ ടെറിങ് ഹറി. വേഗം അവളെ വലിച്ച് ഈ തലച്ചേവി അവളെ പുറത്തേക്ക് നിർത്തി. ഐ കുഡിൻറ്റ് ഈവൻ സേ ഗുഡ് ബൈ ടു പ്രിയയ്ക്ക് അതിലുണ്ടായിരുന്ന പ്രിയയോട് ഗുഡ് ബൈ പോലും പറയാൻ പറ്റിയില്ല. ടു മേക്ക് തിങ്സ് വേഴ്സ് ഷീ ലിറ്ററലി ഓർഡർഡ് മീ നോട്ട് ടു ലോയിറ്റർ എയിംലെസ്ലി. വി വാക്ക്ഡ് സം ഡിസ്റ്റൻസ് ബിഫോർ ടേണിംഗ് ലെഫ്റ്റ് ഇൻ ടു നാരോ ലെയിൻ. അങ്ങനെ കുറേ നടന്ന് ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് എത്തി. വേർ വി കെയിം ടു വാട്ട് സീം ടു ബി ദ റിയർ എൻട്രൻസ് ഓഫ് എ ഹൗസ്. ഒരു വീടിൻ്റെ ഒരു എൻട്രൻസ് ആയിരുന്നു അത്. ഫ്രം വിച്ച് വി വെർ എസ്കോർട്ടഡ് ബൈ എ വുഡൻ സ്റ്റെയർ കേസ് ടു ദ ഫസ്റ്റ് ഫ്ലോർ. അങ്ങനെ ഒരു വുഡൻ സ്റ്റെയർ കേസ് വഴി മുകളിലത്തെ നിലയിൽ എത്തി. ഐ വെൻറ്റ് സ്ട്രെയിറ്റ് ടു നാനി. അങ്ങനെ അവിടെ വേറൊരു നാനി ഉണ്ടായിരുന്നു ഉള്ളിലത്തെ റൂമിൽ. ട്രൂ ടു ദ ഇൻസ്ട്രക്ഷൻസ് ഐ റിസീവ്ഡ് ഐ സെഡ് പാൻ പത്വി ആൻഡ് ഫെൽ അറ്റ് ഹെർ ഫീറ്റ് ടു സീക്ക് ഹെർ ബ്ലെസ്സിങ്. അപ്പോൾ എന്തോ ഒരു ചടങ്ങ് പോലെയുണ്ട് ഈ ഒരു ട്രാൻസ്ജെൻഡർ ഫാമിലിയിൽ എത്തുമ്പോൾ. എന്തോ ഒരു ചടങ്ങ് പോലെയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവളിപ്പോൾ ഈ ഒരു പൂനെയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പ്രായമായിട്ടുള്ള നാനീനെ കണ്ടപ്പോൾ കാല് തൊട്ട് അവരുടെ ബ്ലെസ്സിങ്സ് വാങ്ങുകയാണ്. ഇനി ആ നാനിയുടെ രൂപമാണ് പറയണത്. ഡാനി വാസ് ഡാർക്ക് കോംപ്ലക്ഷൻഡ്, കറുത്തിട്ടായിരുന്നു. ലിറ്റിൽ ഓവർ വെയിറ്റ്, നല്ല തടി ഉണ്ടായിരുന്നു. ഷീ ലുക്ക്ഡ് റിലാക്സ്ഡ് ആയ പോലെ തോന്നി. ആൻഡ് നാച്ചുറൽ ആൻഡ് നോട്ട് ഫിയർസം ആസ് ഐ ആൻറ്റിസിപ്പേറ്റഡ്. അത്ര പേടിക്കേണ്ട ഒരാളല്ലായിരുന്നു. ഇൻ ദാറ്റ് ടൈനി റൂം, ആ ചെറിയ റൂമിൽ ഷി വാസ് റിക്ലൈനിങ് ഓൺ എ വൈഡ് കോട്ട്. ഒരു വലിയൊരു കട്ടിലുണ്ടായിരുന്നു. ഫ്രം വേർ വി കുഡ് വാച്ച് ദ സ്ട്രെയിറ്റൻലി പൊസിഷൻ TV ഉണ്ടായിരുന്നു അതിൽ. ഫേസിങ് ഹെർ ബെഡ് വിത്ത് 2 windows, 2 വിൻഡോകൾ ഉണ്ടായിരുന്നു. ഓഫറിങ് എ ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് ദ റോഡ്. ആ ഒരു വിൻഡോയിലൂടെ റോഡിൽ കൂടെ എന്ത് കാഴ്ചകളും കാണാമായിരുന്നു. ദ വാൾസ് വർ പ്ലാസ്റ്റേഡ് വിത്ത് പിക്ചേഴ്സ് ഓഫ് ഗോഡ് ആൻഡ് ഗോഡസസ്. ആ റൂമിൻ്റെ ചുമരിൽ മൊത്തം ദൈവത്തിൻ്റെ ചിത്രങ്ങളായിരുന്നു. വൺ ഓഫ് ദം വാസ് ദ പിക്ചർ ഓഫ് മാതയുടെ പിക്ചർ കാണാമായിരുന്നു. പിന്നെ എന്തൊക്കെ കാണാം? ദ എലഫൻറ്റ് ഗോഡ് ഉണ്ട്, ഗണേശുണ്ട്, ഗോഡസ് ഓഫ് വെൽത്ത്, ലക്ഷ്മി വർ ഓൾ പ്രൊമിനൻ്റ് ഇൻ ദ ഡിസ്പ്ലേ. എല്ലാ ദൈവത്തിൻ്റെ ഫോട്ടോകളും കാണാമായിരുന്നു. അങ്ങനെ ആഫ്റ്റർ ദ ഇൻട്രൊഡക്ടറി പ്രിലിമിനറീസ്, പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് നാനി കെയിം ടു ദ ബിസിനസ് അറ്റ് ഹാൻഡ്. ഇറ്റ് വാസ് ആസ് ഇഫ് ഷീ വാസ് ഡെലിവറിങ് എ വെൽ റിഹേഴ്സ്ഡ് സ്പീച്ച്. എന്തൊക്കെയാണ് നാനി പറഞ്ഞത്? യു ക്യാൻ ബി യുവർ സെൽഫ് ഹിയർ. നീ എങ്ങനെയാണോ അതുപോലെ നിനക്ക് ഇവിടെ പെരുമാറാമെന്ന് വിദ്യയോട് പറയാണ് നാനി. സിങ് ആൻഡ് ഡാൻസ് ടു യുവർ ഹാർട്ട്സ് കണ്ടൻറ്റ്. ഡാൻസ് കളിക്കാം, പാട്ട് പാടാം. ബട്ട് ഓൾവേസ് ബി റെസ്പെക്റ്റ്ഫുൾ ടു എൽഡേഴ്സ്. അത് തന്നെയാണ് എപ്പോഴും പറയുന്ന കാര്യം, അണ്ടർലൈൻ ചെയ്യുക. മുതിർന്നവരോട് എപ്പോഴും ബഹുമാനം വേണം.
അറ്റ് ദ സെയിം ടൈം യു മസ്റ്റ് ഗെറ്റ് ഓൺ വെൽ വിത്ത് ദ യങ്ങർ പീപ്പിൾ. ചെറുപ്പക്കാരോടും നീ നല്ല രീതിയിൽ പെരുമാറണം. കം ടു മീ ഇഫ് യു നീഡ് സംതിങ്. എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നോ. ഗോ ഔട്ട് വിത്ത് യുവർ അക്ക. ഇപ്പം ഇവൾക്ക് ഇവിടെ നിന്നൊരു അക്കേനും കിട്ടി. അമ്മേനെ കിട്ടിയ പോലെ തന്നെ മദർ ആരായിരുന്നു? അവളുടെ അരുണമ്മയായിരുന്നു. അതുപോലെ ഇവിടെ നിന്ന് അക്കേനെയും കിട്ടി, ചേച്ചീനെയും കിട്ടി. അക്കേരെ പേരെന്താ? സത്യ എന്നാണ്. ഷീ ഹാഡ് അനലിസ്റ്റഡ് ഹെർ ജസ്റ്റ് ബിഫോർ മീ. അങ്ങനെ അക്കേനെ കിട്ടി. അക്കേരെ പേര് സത്യ. അപ്പം അക്കേരെ കൂടെ നിനക്ക് പുറത്തേക്ക് പോവാം. എവറി ഡേ ആൻഡ് ഷോപ്പ്. ഷോപ്പ് എന്നവൾ ഉദ്ദേശിക്കുന്നത് പൈസ സമ്പാദിക്കുക എന്നാണ്. ദ കമ്മ്യൂണിറ്റി സ്ലാങ് ഫോർ സീക്കിംഗ് ആൻഡ് സച്ച് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ സമ്പാദിക്കുന്നതിനെയാണ് ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പം അക്കേരെ കൂടെ പോയി നീ എന്നും പൈസ സമ്പാദിക്കണമെന്ന് പറയാണ്. യു മസ്റ്റ് ബ്രിങ് ബാക്ക് നോ ലെസ് ദാൻ 300 rupees എവറി ഡേ. 300 രൂപയെക്കാളും കുറയാതെ നീ എന്നും കൊണ്ടുവരണം. യു ഡു ദാറ്റ് ആൻഡ് ഐ വിൽ പെർഫോം യുവർ നിർവാണ ഇൻ പ്രിസൈസിംഗ്ലി 6 months. ഇങ്ങനെ നീ ചെയ്താൽ നിൻ്റെ ഒരു ആചാരമുണ്ട്. അതായത് നമ്മൾ തിരുനാങ്കായര ഗ്രൂപ്പിൽ ചേരുമ്പോൾ ഒരു ആചാരമുണ്ട്, നിർവാണ എന്ന് പറഞ്ഞിട്ട്. നീ എന്നും ഇങ്ങനെ 300 രൂപയിൽ കുറയാതെ കൊണ്ടുവന്നാൽ നിൻ്റെ ആ ഒരു ആചാരമായിട്ടുള്ള നിർവാണ ഞാൻ ചെയ്തു തരാമെന്നാണ് നാനി പറയുന്നത്. ആൻഡ് ഡോണ്ട് ഏൺ എ ബാഡ് നെയിം എനിവർ. എവിടെ നിന്നും ഒരു പൊട്ട പേര് സമ്പാദിക്കരുതെന്ന് പറയാണ്. ഗോ അബൌട്ട് യുവർ ബിസിനസ്. നീ നിൻ്റെ കാര്യം മാത്രം നോക്കുക. ഇഫ് യു ഗെറ്റ് ഇൻ ടു എനി മിസ്റ്റേക്ക് ഡിസ്പൈറ്റ് മൈ അഡ്വൈസ് റിമെമ്പർ ഐ ക്യാൻ ബി നാസ്റ്റി. ഞാൻ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ചെയ്താൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഐ നോഡഡ് ഇൻ എഗ്രിമെൻറ്റ് ടു ഓൾ ഹെർ ഡൂസ് ആൻഡ് ഡോൺസ്. അപ്പോൾ വിദ്യ പറയാണ്, സ്മൈലി വിദ്യ പറയാണ്, നാനി പറഞ്ഞ എല്ലാ കാര്യത്തിനും അവർ തലയാട്ടി. ഷീ ആസ്ക്ഡ് മീ ടു ഗോ ടു മുംബൈ ഇൻ ദ ഈവനിങ് ആൻഡ് ഡു എ റീത്ത്. അപ്പോൾ ഈ ഒരു നാനി പറയാണ് മുംബൈയിലേക്ക് പോയിട്ട് ഈവനിങ്ങിൽ പോയിട്ട് ഒരു റീത്ത് ചെയ്യാനായിട്ട് പറയാണ്. ഡു എ റീത്ത്. അതൊരു ചടങ്ങാണ്, റീത്ത് ചെയ്യാനായിട്ട് പറയാണ്. യെസ് ആയ എന്ന് പറഞ്ഞു. വാട്ട്സ് യു നെയിം എന്ന് ചോദിക്കുമ്പോൾ ആയ ഇവരോട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വിദ്യയുടെ ശരിക്കുള്ള പേര് ശരവൺ എന്നാണ്. വേറൊരു പേര് വിദ്യക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ വിദ്യക്ക് എന്നെ കണ്ടുപിടിച്ചൊരു പേര് എന്തായിരുന്നു? ആദ്യത്തിൽ പ്രീതി എന്നായിരുന്നു. അപ്പോൾ ശരവൺ മാറ്റിയിട്ട് പ്രീതി എന്നിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ പേര് ചോദിച്ചപ്പോൾ വിദ്യ പറഞ്ഞു പ്രീതി എന്നാ പേരെന്ന് പറഞ്ഞു. അപ്പോൾ പ്രീതി ആയ seemed to be surprised. She asked me to change my name. There had been a Preeti before. She died young, so the name was considered bad omen at the new home. അപ്പോൾ പ്രീതി എന്ന പേര് പറഞ്ഞപ്പോൾ അത് ഈ നാനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ ഒരു പ്രീതി എന്ന് പറഞ്ഞ ചെറുപ്പം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ മരിച്ചു. അപ്പോൾ ആ പ്രീതി, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഐശ്വര്യക്കേടാണ് എന്ന് പറഞ്ഞിട്ട് ആ പേര് വേണ്ട എന്ന് പറഞ്ഞു. ആ സമയത്ത് വേറൊരു ട്രാൻസ്ജെൻഡർ ആയിരുന്നിട്ടുള്ള ചിത്രാമ്മ പറഞ്ഞു ദൈവാനൈ എന്ന് പേരിടാം, ദേവയാനി അല്ല ദൈവാനൈ എന്ന് പേരിടാമെന്ന് പറഞ്ഞു. പക്ഷേ ഐ ഡിഡിൻ ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് വിദ്യയ്ക്ക് അത്ര ആ പേര് ഇഷ്ടമായില്ല. ബിക്കോസ് വാസ് സോ ഓൾഡ് ഫാഷൻ്റെ പേരായിരുന്നു. ദെൻ സത്യ അക്ക വന്നു. ഇപ്പോൾ ഒരു അക്കേനെ കിട്ടിയിട്ടുണ്ടല്ലോ, ആ അക്ക വന്നു. ഷീ സെഡ് മൈ നെയിം ഈസ് സത്യ. അപ്പോൾ എൻ്റെ പേര് സത്യ എന്നാണ് ആ അക്ക പറഞ്ഞു. അപ്പോൾ ലെറ്റ്സ് കോൾ യു വിദ്യ. അപ്പോൾ ആ സത്യക്കാണ് പറഞ്ഞത് ഞങ്ങളെല്ലാവരും നിന്നെ വിദ്യ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. വി ആർ സിസ്റ്റേഴ്സ് ആൻഡ് അവർ നെയിംസ് വിൽ റൈം. അപ്പോൾ സത്യ വിദ്യ, അപ്പോൾ നമ്മൾ രണ്ടാളിപ്പോൾ സിസ്റ്റേഴ്സാണ്. അപ്പോൾ എൻ്റെ പേര് സത്യ എന്നായതുകൊണ്ട് നിന്നെ വിദ്യ എന്ന് വിളിക്കാം. അപ്പോൾ ഒരു താളുണ്ട്, ഒരേപോലത്തെ താളുണ്ടെന്ന് പറഞ്ഞു. വിദ്യ ഐ ലൈക്ക്ഡ് ഇറ്റ്. അപ്പോൾ ഈ പേര് അങ്ങനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് സ്മൈലി വിദ്യ അല്ലെങ്കിൽ വിദ്യ എന്ന പേര് കിട്ടുന്നത്. വിദ്യ എന്ന പേര് ഇഷ്ടപ്പെട്ടു. ഷോർട്ട് ആൻഡ് സ്വീറ്റ്, ചെറുതും സുന്ദരമാണ്, ബ്യൂട്ടിഫുള്ളാണ്, മീനിങ് ഫുള്ളായിട്ടുള്ളൊരു പേരുമാണെന്ന് തോന്നി. ഓക്കെ ആയ ഐ വിൽ ബി വിദ്യ എന്ന പേര് വിളിക്കാമെന്ന് പറയാണ്. ദ ബാക്ക് ഓഫ് ദ ഹൗസ് വാസ് റിലേറ്റീവ്ലി എക്സ്പാൻസീവ്. ആ വീടിൻ്റെ പിൻഭാഗം പറയാണ് ഒരുപാട് സ്പേസ് ഉണ്ടെന്ന് പറയാണ്. വിത്ത് എ സിമെൻറ്റ് ഫ്ലോറാണുള്ളത് ആൻഡ് പില്ലർ, ഒരു തൂണുണ്ട് നടുവിൽ. ഇനി ദ കിച്ചൺ, എങ്ങനെ കിച്ചൺ മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെൻ്റ് ആണ്. വാസ് ഓപ്പൺ ആണ്. വിത്ത് എ ടേബിൾ ഉണ്ട് ഓൺ വിച്ച് ഒരു ഗ്യാസ് സ്റ്റൗ ഉണ്ട്, സിലിണ്ടറും ഉണ്ട്. സ്റ്റീലിൻ്റെ കബോർഡ് ഉണ്ട്. കണ്ടെയ്ൻ വുട്ടൻസിൽസ് ആൻഡ് വെസൽസ്, പാത്രങ്ങളുണ്ട്. എ സ്മോൾ ലോഫ്റ്റ് ഹെൽഡ് പ്രൊവിഷൻസ്. വൺസ് യു ക്രോസ് ദിസ് വൈഡിഷ് സ്പേസ്
ദ ഹൗസ് narrowed to a passage leading to bedroom. പിന്നെ 3 ബെഡ്റൂമാണുള്ളത്. പിന്നെ നാനിയുടെ റൂം. There was a long ceiling and a small attic with a small opening through an extended step ladder. കോണിപ്പടിയുണ്ട്. We climbed the ladder to reach the bedroom for shopping തിരുനാങ്കായ്സ് which group included me. അങ്ങനെ അവർ ഇതിന് പോവാണ്. The bedroom was equipped with 2 windows and a clothesline. അങ്ങനത്തെ ആ റൂമിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? The first time I entered the house, ആ വീട്ടിലേക്ക് എത്തിയപ്പോൾ it was 10 o'clock in the morning and all the occupants looked as if they had just woken up. എല്ലാവരും എഴുന്നേറ്റുള്ളൂ എന്ന് തോന്നുകയാണ് വീട്ടിലുള്ളവരൊക്കെ. നേരത്തെ എഴുന്നേറ്റ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ദ ഓൺലി എക്സെപ്ഷൻ വാസ് ടോൾ ഫെയർ ശില്പ. മറ്റൊരു ട്രാൻസ്ജെൻഡർ ആണ് ശില്പ എന്ന് പറയുന്നത്. ശില്പയുടെ പ്രത്യേകത നല്ല ഉയരണ്ട്, നല്ല വെളുത്തിട്ടുമാണ്. ഹു വാസ് അറ്റ് ദ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ശില്പ. ഷീ റിസംബ്ലഡ്, അവളുടെ ഹൈറ്റ് കൊണ്ട് തന്നെ ആക്ട്രസ് ശില്പ ഷെട്ടിയുടെ ഒരു ചായ അല്ലെങ്കിൽ ആ ഒരു സാമ്യം തോന്നി എന്ന് പറയാണ്. I was to learn later that she was the highest young earner of the house. പിന്നെയാണ് മനസ്സിലായത് ഈ ശില്പയാണ് ഏറ്റവും കൂടുതൽ പൈസ കൊണ്ടുവരുന്ന ഒരു ചെറുപ്പക്കാരി അവിടുത്തെ. ഹാവ് യു ഹാഡ് യുവർ നാഷ്ത ഷീ ആസ്ക്ഡ് മീ. ശില്പ ചോദിച്ചു വിദ്യയോട് നാസ്ത കഴിച്ചോ എന്ന്. യെസ് ഐ ഹാവ് എന്ന് വിദ്യ പറഞ്ഞു. ഷീ ഇൻട്രൊഡ്യൂസ് മീ ടു ലക്ഷ്മി അമ്മാൾ. അപ്പോൾ ശില്പയാണ് വിദ്യേനെ ലക്ഷ്മി അമ്മാൾക്ക് കൊടുത്തത്. വൺ അമോങ് ദ ഓൾഡർ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ഹോൾഡ്. ഈ ട്രാൻസ്ജെൻഡേഴ്സിൽ പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ ഒരു ലക്ഷ്മി അമ്മാൾ. പക്ഷെ അവരൊരു ടൈറ്റ് എന്താ പറയുക ടീഷർട്ടും ടൈറ്റ് ജീൻസും ഒക്കെ ധരിച്ച് യങ് ഗേളിനെ പോലെയാണ്. പക്ഷെ അത് അവർക്ക് ഒരിക്കലും സ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് പറയാണ്. ഷി വാസ് സെർച്ചിങ് ഫോർ എ സ്യൂട്ട് കേസ്. അപ്പോൾ ആ ഒരു ലക്ഷ്മി അമ്മാൾ സ്യൂട്ട് കേസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിലാണ് അവരുടെ ഡ്രസ്സ്. വി ഡിഡ് നോട്ട് സ്പീക്ക് ടു ഈച്ച് അതർ. അതിന് സംസാരിച്ചൊന്നുമില്ല. കുറച്ച് എന്താ പാൻ പദ്വി അങ്ങനത്തെ കുറച്ച് ജീത്തോ രഹോ എന്നൊക്കെ പറഞ്ഞുള്ളൂ, നല്ല വാക്കുകളെ പറഞ്ഞുള്ളൂ, കൂടുതലൊന്നും സംസാരിച്ചില്ല എന്ന് പറയാണ്. മറ്റൊരു ട്രാൻസ്ജെൻഡർ ആണ് ആര്? നന്ദിനി അമ്മാൾ. മറ്റൊരു കഥാപാത്രം അവരൊരു കറുത്തിട്ടാണ്, ഡാർക്ക് ബ്യൂട്ടിയാണ്, നല്ല സ്മാർട്ടായിട്ടാണ് ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്, ബ്രൈറ്റ് സാരിയാണ്. അവർ വിദ്യയോട് ചോദിക്കുകയാണ് വാണ്ട് സം ടീ, ചായ വേണോ ചോദിക്കുകയാണ്. ഡാർലിങ് വാണ്ട് സം ടീ ഡാർലിങ് എന്ന് വിദ്യയോട് ചോദിക്കുന്നത് നന്ദിനി അമ്മാളാണ്. അങ്ങനെ ചോദിച്ച് അവർ ആ ചായയൊക്കെ ഓർഡർ ചെയ്ത് വിദ്യയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല ബസാറുകളുണ്ട്. ആ ബസാറുകളിലൊക്കെ റീത്ത് ചെയ്യാം, ഈ ഒരു ചടങ്ങ് ചെയ്യാം. മൈ റീത്ത് പക്ഷേ ഈ ഒരു വിദ്യയുടെ റീത്ത് നടക്കുന്നത് ബന്ദി ബസാറിലാണ്. ആ പേര് ഓർക്കുക, ബന്ദി ബസാറിൽ വാസ് രജിസ്റ്റേർഡ് ആസ് ദ ശാരദമ്മാൾസ് നാത്തിച്ചേല ആൻഡ് അരുണമ്മാൾസ് ചേല. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞു. വെച്ചാറം തിരുനാഗായ് ഗിഫ്റ്റഡ് മീ എ സാരി. അങ്ങനെ ആ രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ തിരുനങ്ങായ് വിദ്യയ്ക്ക് ഒരു സാരി ഗിഫ്റ്റായിട്ട് കൊടുത്തു. ദിസ് വാസ് എഗെയിൻ എ റെഗുലർ കസ്റ്റം. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഒരു ഡ്രസ്സ് കൊടുക്കൽ അവരുടെ ഒരു ചടങ്ങായിരുന്നു. വെൻ സീനിയർ സി ഓഫ് എ ന്യൂ തിരുനാങ്കായ്. ഒരു സീനിയർ ആയിട്ടുള്ള ആളുകൾ പുതിയൊരു തിരുനാങ്കായിനെ കാണുമ്പോൾ, ഒരു ട്രാൻസ്ജെൻഡർ കാണുമ്പോൾ, ഓർ വെൻ ഷീ ഗോസ് ടു സീ ദം, അവരെ കാണാൻ പോകുമ്പോൾ ദ ഗിഫ്റ്റ് ഓഫ് സാരി, എന്തായാലും ഒരു സാരി ഗിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ പൈസ കൊടുക്കുമെന്ന് പറയാണ്. ദ ലൈഫ് ഓഫ് തിരുനാഗായ് ഈസ് ബൗഡ് ബൈ തൗസൻഡ്സ് ഓഫ് സച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓൾ അൺറിട്ടൺ. വിദ്യ പറയാണ് ഈ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ജീവിതം അല്ല തിരുനാഗായുടെ ജീവിതത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, റൂൾസ് റെഗുലേഷൻസും ഉണ്ട്, പക്ഷെ ഒന്നും എഴുതി വെച്ചിട്ടുള്ളതല്ല എന്ന് പറയാണ്. ദിസ് വാസ് 3 months ആഫ്റ്റർ ഐ ഹാഡ് ലെഫ്റ്റ് ഹോം. വിദ്യയുടെ വീടിൻ്റെ കാര്യം പറയാണ്. 3 മാസമായി സ്വന്തം വീട്ടിൽ നിന്ന് പോന്നിട്ട് എന്ന് പറയാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡർ ആവാനായിട്ട് പോന്നിട്ട് 3 മാസമായി എന്ന് പറയാണ്. ലൈഫ് ഹാഡ് ബീൻ ഓൺ എ ഫാസ്റ്റ് ട്രാക്ക് ഫ്രം തിരുച്ചി ടു ചെന്നൈ, ഫ്രം ചെന്നൈ ടു പൂനെ. ഒരു ജീവിതം ഭയങ്കര സ്പീഡിലായ പോലെയാണ് തോന്നുന്നതെന്ന് പറയാണ്. തിരുച്ചിയിൽ നിന്നും ചെന്നൈക്കും ചെന്നൈയിൽ നിന്നും പൂനെയിലേക്കൊക്കെ എത്തിയപ്പോൾ എന്ന് പറയാണ്. ആൻഡ് ഐ വാസ് യെസ് ടു റൈറ്റ് ടു മൈ ഫാമിലി. ഞാൻ ഇതുവരെ എൻ്റെ വീട്ടുകാർക്കൊരു എഴുത്ത് പോലും എഴുതിയിട്ടില്ല എന്ന് പറയാണ്. ഐ കുഡ് നോട്ട് കോൾ ദം, അവർ ഫോണും വിളിച്ചിട്ടില്ല. ആസ് ദേ ഹാഡ് നോ ഫോൺ അറ്റ് ഹോം, കാരണം വീട്ടിൽ ഫോണില്ല. ഗോഡ് നോസ് ഹൗ ദേ വർ കോപ്പിങ് വിത്ത് ദ ആൻസൈറ്റി ഐ ഹാഡ് കോസ്ഡ് ദം.
എങ്ങനെയായിരിക്കും കുടുംബം ആ ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ടാവുക, അവരുടെ ഉത്കണ്ഠ അവരെങ്ങനെ നേരിട്ടുണ്ടാവുമെന്ന് അറിയില്ല എന്ന് പറയാണ് വിദ്യ. കാരണം ഓൾറെഡി ഒരു ബോയ് ആയിരുന്നു ആദ്യം ശരവൺ. അങ്ങനെ ഒരു ലേഡിയായി മാറിയപ്പോൾ ഒരു ദിവസം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ആ കുടുംബം അതെങ്ങനെ നേരിട്ടുണ്ടാവുന്നു ദൈവത്തിനെ അറിയുള്ളൂ എന്ന് പറയാണ് വിദ്യ. ദേ മസ്റ്റ് ഹാവ് വറീഡ് ദംസെൽസ് സിക്ക്. അവർ ടെൻഷൻ അടിച്ച് ചിലപ്പോൾ വയ്യാതായിട്ടുണ്ടാവും എന്ന് പറയാണ്. ആസ് ഐ ഡിഡ് നോട്ട് ടെൽ ദം വേർ ഐ വാസ് ഗോയിങ്. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് പോലും അവരോട് പറഞ്ഞില്ല എന്ന് പറയാണ്. അബൌട്ട് എ മന്ത് ആഫ്റ്റർ ഐ മൂവ് ടു പൂനെ, the great tsunami tragedy struck several parts of the world, including Chennai. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പൂനെയിൽ നിന്ന് പോന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് സുനാമിയൊക്കെ വന്നത്, ചെന്നൈയിനൊക്കെ വന്നത് എന്ന് പറയാണ്. തമിഴ്നാടിൻ്റെ പല ഭാഗത്തും. മൈ ഫോക്സ് മസ്റ്റ് ഷുവർലി ഹാവ് വറീഡ് അബൌട്ട് മൈ ഫെയ്ത്ത് ഡ്യൂറിങ് ദ ഡിസാസ്റ്റർ. എന്തായാലും എൻ്റെ വീട്ടുകാർ എൻ്റെ കാര്യം ആലോചിച്ച് വിഷമിച്ചിട്ടുണ്ടാവും എൻ്റെ വിധിയിലെന്ന് പറയാണ്. ഇനി വിദ്യയുടെ കുടുംബക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത്. ആരൊക്കെയാണ്? അപ്പ, അതായത് അച്ഛനുണ്ട്. രാധ എന്ന് പറയുന്നത് വിദ്യയുടെ സിസ്റ്ററായിരുന്നു. കാരണം വിദ്യ ആദ്യം ശരവൺ എന്ന് പറഞ്ഞ ആണായിരുന്നല്ലോ. അപ്പോൾ വിദ്യയുടെ സിസ്റ്ററാണ് രാധ. ആൻഡ് ചിറ്റി, ഒരു ചിത്തിയുണ്ട്. സ്റ്റാർട്ടർ ലുക്കിംഗ് ഫോർ മീ, അവരെന്നെ തിരഞ്ഞ് നടക്കുന്നുണ്ടാവും എന്ന് പറയാണ്. ഐ ഹാഡ് ലോൺ എഗോ ഗിവൺ രാധ രാമസ്വാമീസ് നമ്പർ ഞാൻ പെങ്ങളായിട്ടുള്ള രാധയ്ക്ക് കൊടുത്തിരുന്നു. സോ ഷീ കോൾഡ് ഹിം ആൻഡ് എൻക്വയർഡ് അബൌട്ട് മീ. എന്നെക്കുറിച്ച് രാമസ്വാമിയോട് രാധ അന്വേഷിച്ചിരുന്നു. ദ പ്രൊഫസർ ഹു ന്യൂ മൈ കണ്ടീഷൻ. പക്ഷേ രാമസ്വാമി എന്ന പ്രൊഫസർക്ക് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമായിരുന്നു. ഡിഡ് നോട്ട് ടെൽ വാട്ട് ടു ടെൽ രാധ. രാധയോടൊന്നും പറഞ്ഞില്ല എന്ന് പറയാണ്. ഹി മസ്റ്റ് ഹാവ് ബീൻ ട്രബിൾഡ് ബൈ ഹിസ് റോൾ ആസ് ബിയറർ ഓഫ് ബാഡ് ടൈഡിങ്സ്. ആഫ്റ്റർ സം ഇനീഷ്യൽ ഹെസിറ്റേഷൻ ഹി റിവീൽഡ് ദ ട്രൂത്ത് അബൌട്ട് മീ ടു ദം. പക്ഷെ പിന്നീട് ഞാനിപ്പോൾ ഒരു ബോയിൽ നിന്നും ഗേളായി മാറി എന്ന സത്യം രാമസ്വാമി എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. ദാറ്റ് ഐ വാസ് തിരുനാഗായി. ഞാൻ ഇന്നൊരു ട്രാൻസ്ജെൻഡറായ കാര്യം വീട്ടുകാരെ അറിഞ്ഞിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഐ ഹാഡ് ഫ്ലഡ് ഹോം ബിക്കോസ് ഓഫ് ദാറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഓടിപ്പോന്നതും. വാട്ട് കുഡ് ഹാവ് ഷോക്ക്ഡ് രാധ മോർ. രാധേനെ ഇതിൽ കൂടുതൽ ഷോക്കാക്കാൻ വേറെ എന്ത് വേണമെന്ന് പറയാണ്. ഇറ്റ് വാസ് ദ മോസ്റ്റ് ആ ഒരു കാര്യം പറയാണ്. അങ്ങനെ പിന്നീട് ഈ ഒരു ഫാമിലി പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഒരു വിദ്യയുടെ ഫാമിലി വിദ്യനെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ ആദ്യം ബോയ് ആയിട്ടുള്ള ശരവൺ, ഇന്ന് വിദ്യ എന്ന് പറഞ്ഞ ലേഡിയാണ്, ട്രാൻസ്ജെൻഡറാണ്, കാണാനായിട്ട് വരികയാണ്. സിസ്റ്ററൊക്കെ ഉണ്ട്. സിസ്റ്ററിൻ്റെ രാധ ഐ കോൾഡ് സോഫ്റ്റ്ലി. അപ്പോൾ രാധേനെ വിളിക്കുകയാണ് വിദ്യ രാധ എന്ന്. അപ്പോൾ രാധ പെട്ടെന്ന് തിരിച്ച് ശരവണ എന്നാണ് വിളിക്കുന്നത്. ദ നെയിം, പക്ഷെ ആ ഒരു പേര് കേട്ടപ്പോൾ വിദ്യയ്ക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടാണ് തോന്നുന്നത്. ഈവൻ ദോ ഇറ്റ് വാസ് ദ നെയിം മൈ പാരൻസ് ഹാഡ് ഗിവൺ. ആ ഒരു പേര് വിദ്യയുടെ പാരൻസ് വിദ്യയ്ക്ക് കൊടുത്ത പേര് ശരവണ എന്നായിരുന്നു. പക്ഷെ ശരവണ എന്ന് രാധ വിളിച്ചപ്പോൾ അത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടാണ് വിദ്യയ്ക്ക് തോന്നുന്നത്. ഐ വാസ് ഹിയറിങ് ഇറ്റ് ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കേട്ട പോലെ. വൈ ഡിഡ് മൈ സിസ്റ്റർ കോൾ മീ ബൈ ദാറ്റ് നെയിം വെൻ ഐ വാസ് ഇൻ സാരി. ഇപ്പോൾ തോന്നുകയാണ് എന്തുകൊണ്ടാണ് എൻ്റെ സിസ്റ്റർ എന്നെ ആ പേര് വിളിച്ചത്, ഞാനിപ്പോൾ സാരിയിലല്ലേ എന്ന് ചോദിക്കുകയാണ്. ഡോണ്ട് കോൾ മീ ദാറ്റ്, ഐ ആം വിദ്യ നൗ. എന്നെ ഇനി അങ്ങനെ വിളിക്കേണ്ട, എൻ്റെ പേര് വിദ്യ എന്നാണെന്ന് പറയാണ്. ഐ ടോൾ ഹെർ ഹാർട്ട്ലെസ്ലി. ഒരു ഹൃദയമില്ലാത്ത രീതിയിൽ ഞാൻ അവളോട് പറഞ്ഞു എന്നെ ഇനി അങ്ങനെ വിളിക്കേണ്ടെന്ന് പറയാണ്. മാമ ആൻഡ് ശേഖർ ചിറ്റപ്പ ജോയിൻഡസ്. മാമയും ശേഖർ ചിറ്റപ്പനും എന്നെ കാണാൻ വന്നിരുന്നു. ഐ ഹാഡ് നോട്ട് എക്സ്പെക്റ്റഡ്. ശേഖർ ചിറ്റപ്പനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയാണ്. ശേഖർ ചിറ്റപ്പ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ് ആണെന്ന് പറയാണ്. ഇപ്പോൾ EV രാമസ്വാമി നായ്ക്കരുടെ ഫോളോവറൊക്കെയാണെന്ന് പറയാണ്. പെർഹാപ്സ് ദ ഓൺലി മെയിൽ റിലേറ്റീവ് ഇൻ ഹൂസ് കമ്പനി ഐ ടെൻഡഡ് ടു റിലാക്സ്. ഒരുപക്ഷെ ഒരു മെയിൽ കമ്പനിയിൽ ഞാൻ, അപ്പോൾ ഈ ശരവണൻ ആദ്യം ആണായിരുന്നു, വിദ്യ ആണായിരുന്നു, ശരവണൻ എന്നായിരുന്നു പേര്. നാണായിരുന്ന കാലത്ത് ഒരു റിലാക്സ് തോന്നിയിരുന്ന ഒരേ ഒരു മെയിൽ കമ്പാനിയൻ എന്ന് പറയുന്നത് ഈ ഒരു നായർ ചിറ്റപ്പിയാണെന്ന് പറയാണ്. ദർ വാസ് നോ സൈൻ ഓഫ് അപ്പ. ഇവരൊക്കെ വന്നാലും അപ്പ വന്നിട്ടില്ല എന്ന് പറയാണ്. വേർ ഈസ് അപ്പ ഐ ആസ്ക്ഡ് രാധ. അപ്പോൾ പെങ്ങളോട് ചോദിച്ചു അപ്പ എവിടെയെന്ന് ചോദിച്ചു. ഹി വാസ് വെയിറ്റിംഗ് ഫോർ യു ടു കോൾ ഹിം. പപ്പ വന്നിട്ടുണ്ട്, നീ വിളിക്കുന്നതിന് വേണ്ടി കാത്തിക്കാന്ന് പറയാണ്. മീറ്റിംഗ് രാധ ആൻഡ് മാമ വാസ് നോട്ട് എ മേജർ ഹസ്റ്റിൽ ബട്ട് ബീറ്റിംഗ് അപ്പ വാസ് എ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻ. അപ്പോൾ വിദ്യയ്ക്ക് തോന്നുകയാണ് രാധേനെയും മാമേനെയും ചിറ്റപ്പേനെയും കണ്ടത് വലിയൊരു കാര്യമില്ല, പക്ഷെ അച്ഛനെ നേരിടുക, അച്ഛനെ ഫേസ് ചെയ്യുക എന്നുള്ളതൊരു വലിയ കാര്യമായിട്ട് തോന്നുകയാണ്.
വാസ് സർട്ടൻ ടു ബ്രേക്ക് ഡൗൺ. എന്നെ കാണുമ്പോൾ അച്ഛൻ എന്തായാലും തകരുമെന്ന് പറയാണ്. കഷ്ണം കഷ്ണമായി അച്ഛൻ തകരുമെന്ന് പറയാണ്. ഐ ഹാഡ് ഡിസ്ട്രോയ്ഡ് ഹിസ് ഡ്രീംസ്. ഞാൻ അച്ഛൻ്റെ സ്വപ്നങ്ങൾ തകർത്തു എന്ന് പറയാണ്. ഡെമോളിഷ് ഹിസ് ഡിഗ്നിറ്റി. അദ്ദേഹത്തിൻ്റെ ഡിഗ്നിറ്റി നശിപ്പിച്ചു എന്ന് പറയാണ്. ഡെമിനേറ്റഡ് ഹിസ് പ്രൈഡ്. അദ്ദേഹത്തിൻ്റെ ബഹുമാനം ഇല്ലാതാക്കി എന്ന് പറയാണ്. ഹൗ കുഡ് ഐ ഫേസ് ഹിം നൗ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തെ എങ്ങനെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റും എൻ്റെ അപ്പേനെ എന്ന് ചോദിക്കുകയാണ്. എഗെയിൻ കുറച്ച് കഥാപാത്രങ്ങൾ ഇവിടെ വരികയാണ്. പ്രിയ നമ്മൾ പറഞ്ഞു, വിദ്യയോടൊപ്പം ട്രെയിനിൽ ഉണ്ടായിരുന്നതാണ് പ്രിയ എന്ന് പറഞ്ഞു. നാനി പറഞ്ഞു, നാനിയുടെ റൂമിലേക്ക് ചെന്നു. ഒരു കറുത്ത നിറത്തിലുള്ള ആളായിരുന്നു നാനി, ഓവർ വെയ്റ്റ് ആയിരുന്നു. ശില്പ എന്ന് പറഞ്ഞു, ശില്പ ഷെട്ടിയുടെ ചായ ഉള്ളതാണ്, അവരാണ് ഏറ്റവും കൂടുതൽ പൈസ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു. ടോളും ഫെയർ ആണെന്ന് പറഞ്ഞു. ലക്ഷ്മി അമ്മാളുടെ കാര്യം പറഞ്ഞു, ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു തിരുനാഗായി, ട്രാൻസ്ജെൻഡർ ആണ്, പക്ഷേ ടീഷർട്ടും ടൈറ്റ് ജീൻസൊക്കെയാണ്, യങ് ഗേളിനെ പോലെയാണ്, പക്ഷേ ആ ഡ്രസ്സ് അവൾക്ക് തീരെ സ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. നന്ദിനി അമ്മാളുടെ കാര്യം പറഞ്ഞു, ഡാർക്ക് ബ്യൂട്ടിയാണ്, സ്മാർട്ട്ലി ഡ്രസ്സ്, ബ്രൈറ്റ് സാരി ആണെന്ന് പറഞ്ഞു. പരിമിണി അമ്മാളുടെ കാര്യം പറഞ്ഞു, 30 വയസ്സ് തോന്നിക്കുമെങ്കിലും 40 വയസ്സായെന്ന് പറഞ്ഞു. സത്യ അവിടെ നിന്ന് കിട്ടിയ അവരുടെ സിസ്റ്റർ ആണെന്ന് പറഞ്ഞു. ചിത്രമ്മ മറ്റു തിരുനാഗായി ആണെന്ന് പറഞ്ഞു, ചിത്രമ്മയും സീതമ്മയും. പിന്നെ വിജി ആൻഡ് ഭൂമിക എന്ന് പറയുന്നത് വേറെ 2 സിസ്റ്റേഴ്സാണെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നമ്മൾ പറഞ്ഞു. വിദ്യയുടെ ഫാമിലിയിൽ ആരൊക്കെയാണെന്ന് പറഞ്ഞേ, അപ്പയുണ്ടെന്ന് പറഞ്ഞു, അമ്മയുണ്ട്, സിസ്റ്ററിൻ്റെ പേര് രാധ എന്നാണ്, ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആയിട്ടുള്ള ശേഖർ ചിറ്റപ്പയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ശേഖർ ചിപ്പ ഫെയിൽ ടു കൺസോൾ. ഇനി എന്താ പറയണത്, ഇനി അച്ഛനെ കാണാൻ പോകുന്നതാണ് കേട്ടോ, അപ്പനെ കാണാൻ പോകുന്നതാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഐ വെൻറ്റ് ടു ഹിയർ ഹി വാസ് നോട്ട് നോയിങ് വാട്ട് ടു ഡു. അച്ഛൻ്റെ കാര്യമാണ് പറയണത്. ഐ ഡോണ്ട് വോണ്ട് ടു സീ ഹിം. അച്ഛനെ കാണണ്ട എന്നാണ് ഇവിടെ പറയുന്നത് വിദ്യ. ഹി സെഡ് ആസ്ക് ഹിം ടു ഗെറ്റ് എവേ ഫ്രം മീ. ഹിസ് ലാസ്റ്റ് ഗ്ലിമർ ഓഫ് ഹോപ്പ് ജസ്റ്റ് വാനിഷ്ഡ് വെൻ ഹി സോ മീ ഇൻ എ സാരി ഫോർ ഹിസ് വെയിലിംഗ് സോപ്സ് ശുക്രാത. അപ്പം അച്ഛനെ കണ്ട വശം അച്ഛൻ പറയുകയാണ്, എനിക്ക് നിന്നെ കാണണ്ട. അപ്പോൾ അച്ഛൻ മകൻ ഈ ഒരു സാരിയിൽ കണ്ടപ്പോൾ, സ്ത്രീയുടെ ഇതിൽ കണ്ടപ്പോൾ അച്ഛനെ സഹിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അത്രയും അപ്പയ്ക്ക് സങ്കടമായി എന്നാണ് പറയണത്, വിദ്യനെ ഒരു പെണ്ണിൻ്റെ രൂപത്തിൽ കണ്ടപ്പോൾ. ശേഖർ ചിറ്റപ്പ ഫെയിൽ ടു കൺസോൾഡ് അപ്പ. അച്ഛനെ സമാധാനിപ്പിക്കാൻ ശേഖർ ചിറ്റപ്പ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല എന്നാണ് പറയണത്. അങ്ങനെ അച്ഛൻ ഓട്ടോയിലേക്ക് കയറുകയാണ്. രാധ, ശേഖർ ചിറ്റപ്പ ആൻഡ് വിജി അവർ ഒരു ഓട്ടോറിക്ഷയിലും, അതേസമയം അപ്പ, ഭൂമിക, മാമ അവരൊക്കെ വേറൊരു ഓട്ടോറിക്ഷയിലും കയറി അങ്ങനെ പോവുകയാണ്. അപ്പം അപ്പയ്ക്ക് ഇവനെ കാണുമ്പോൾ സഹിക്കാൻ പറ്റിയില്ല, വിദ്യനെ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല, കാരണം മകൻ ഇപ്പം മകളായി. രാധ വാസ് ദ ഫസ്റ്റ് ടു റിക്കവർ ഫ്രം ദ ഷോക്ക്. രാധ കുറച്ചൊക്കെ ഷോക്കിൽ നിന്ന്, അത് രാധ എന്ന സിസ്റ്റർ ആയിരുന്നു, കുറച്ചൊക്കെ ഷോക്കിൽ നിന്ന് റിക്കവർ ആയിട്ടുണ്ട്. മേ ബി ബിക്കോസ് ഹാഡ് പ്രിപ്പയർഡ്, കാരണം രാധ അതിന് തയ്യാറായിട്ട് കൊണ്ടായിരിക്കാം. ഷി മസ്റ്റ് ഹാവ് റിമെമ്പേർഡ് മൈ ചൈൽഡ്ഹുഡ് ഫാസിനേഷൻ. കാരണം രാധയ്ക്ക് അറിയാം, ചെറുപ്പം മുതലേ ശരവണന് പെൺകുട്ടികളുടെ വസ്ത്രങ്ങളോടായിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നത്, കോളേജിലും അങ്ങനെയായിരുന്നു. I don't know what's the wrong with me, but one day I will wander stark, raving mad to a surprise, broke down as I am saying this word. അപ്പോൾ അതുകൊണ്ട് തന്നെ രാധ അതിൽ നിന്നൊക്കെ മുക്തി നേടിയിട്ടുണ്ട്, പക്ഷേ അപ്പയ്ക്ക് മാത്രമാണ് ഇപ്പോഴും ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്ന് പറയാണ്. അരുണമ്മ ടു സ്പോക്ക് ടു ഹിം ഓൺ മൈ ബിഹാഫ്. അപ്പോൾ അപ്പയോട് അരുണമ്മ സംസാരിക്കുന്നുണ്ട്. ടൈംസ് ഹാവ് ചേഞ്ച്ഡ്. അരുണമ്മ പറയുന്നുണ്ട്, കാലം മാറി, ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഈവൻ സയൻസ് ആറ്റപ്പ് അസ് ആസ് വി ആർ. സയൻസ് പോലും ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ലോകം ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സയൻസ് പോലും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളായിട്ട്, ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ എന്ന് അപ്പയോട് പറയുന്നുണ്ട് അരുണമ്മ. വി ക്യാൻ അക്കംപ്ലിഷ്ഡ് വാട്ട് നോർമൽ മെൻ ആൻഡ് വിമൻ ക്യാൻ. സാധാരണ ഒരു പുരുഷനും സ്ത്രീയും ചെയ്യുന്ന എന്തും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാണ്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ അരുണമ്മ അപ്പയോട് പറയുന്നുണ്ട്. അപ്പ ഐ വിൽ പ്രൂവ് മൈസെൽഫ് ആസ് ആൻ ആക്ട്രസ്. ദീസ് വേർഡ്സ് മേക്ക് അപ്പ ഈവൺ മോർ ആംഗ്രി. അപ്പോൾ വിദ്യ പറയുകയാണ് ചെന്നിട്ട്, അപ്പ ഞാൻ എന്നെ തന്നെ തെളിയിക്കാം, നല്ലൊരു എന്താ പറയുക, നടിയായിട്ട്, ആക്ട്രസ്സായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അപ്പയ്ക്ക് ഒന്നും കൂടെ ദേഷ്യം വന്നു. ആൻഡ് മാമ വാസ് അബൌട്ട് ടു ഹിറ്റ് മീ. മാമ എന്നെ അടിക്കാനായിട്ട് വന്നു എന്ന് പറയുകയാണ് വിദ്യ. ആൻഡ്ലെസ് ഡിസ്കഷൻ ത്രൂ. ഒരുപാട് സംഭാഷണങ്ങളും ചർച്ചകളും നടന്നു, പക്ഷെ ഒരു സൊല്യൂഷൻ പോലും ഉണ്ടായില്ല. ആസ് ദേ സ്ലിപ്ഡ് ഇൻ ടു നൈറ്റ്. രാത്രി എന്താ പറയുക, പകല് രാത്രിയായി. ശേഖർ ചിറ്റപ്പ ആൻഡ് മാമ ടുക്ക് അപ്പ അവേ.
ശേഖർ ചിറ്റപ്പനും മാമയും കൂടി അച്ഛനെ കൊണ്ടുപോയി. ദേ ഹാഡ് നോ ചോയ്സ്. കാരണം എന്താ, അച്ഛൻ ക്ഷമിക്കാൻ തയ്യാറായില്ല, അതുകൊണ്ട് അച്ഛൻ പോയി. Though I was able to explain my decision to everyone else, I stood before Appa like a criminal. മറ്റുള്ളവരോട് എന്ത് എക്സ്ക്യൂസ് പറയാനായിട്ട് വിദ്യയ്ക്ക് സാധിച്ചെങ്കിലും അച്ഛൻ്റെ മുന്നിൽ ഒരു ക്രിമിനലിനെ പോലെയാണ് നിന്നത്. ഐ വിൽ ഓൾവേസ് ക്യാരി ദ ഗിൽറ്റ് ഓഫ് ഡിസ്മാൻഡിങ് ഹിസ് ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻസ്. അച്ഛൻ്റെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും നശിപ്പിച്ചതിൻ്റെ ഒരു നാണക്കേട്, കുറ്റബോധം എനിക്കുണ്ടായിരുന്നു എന്ന് പറയാണ് വിദ്യ. വാസ് ഐ റിയലി റെസ്പോൺസിബിൾ ഫോർ ദിസ് വൂസ്? ഇതിനെല്ലാത്തിനും കാരണം ഞാനാണോ എന്ന് ചോദിക്കുകയാണ് വിദ്യ. മൈ വറീസ് വെർ മൈൻ. എൻ്റെ വിഷമങ്ങളും വ്യാകുലതകളും എൻ്റെ മാത്രമാണ്. ആൻഡ് ഹിസ് ട്രാജഡി വാസ് ഹിസ്. അദ്ദേഹത്തിൻ്റെ ദുരന്തം അച്ഛൻ്റെ മാത്രമാണെന്ന് പറയാണ്. ഇറ്റ് വാസ് ആൻ ഇൻകൺക്ലൂസീവ് മീറ്റിംഗ്. ഒരിക്കലും ഉത്തരം കിട്ടാത്ത, ഒരു സൊല്യൂഷൻ ഇല്ലാത്തൊരു മീറ്റിംഗ് ആയി പോയി അത് പറയാണ്. ദ ഓൺലി കൺസലേഷൻ വാസ് ദാറ്റ് മൈ ഫാമിലി ന്യൂ ദ ട്രൂത്ത്. ഇപ്പോൾ ഒരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സ്ത്രീയായി മാറി പുരുഷനിൽ നിന്ന് എന്നുള്ള കാര്യം എൻ്റെ കുടുംബത്തിന് അറിയാമെന്നത് മാത്രമാണ് ഒരേ ഒരു ആശ്വാസം എന്ന് പറയുകയാണ്. അങ്ങനെ വിദ്യയുടെ ഫാമിലി. അപ്പോൾ ഇത്രയും ഒരു പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഇതാക്കുകയാണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി ഉണ്ട്. നമുക്കൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒരു 8 എണ്ണം വരുന്നുണ്ട്. അല്ല, ഒരു 11 എണ്ണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്. ലോങ് സ്റ്റോറിയാണ്. ആക്സെപ്റ്റ് മീ എന്ന് പറഞ്ഞിട്ടുള്ള സ്മൈലി വിദ്യയുടെ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ സ്റ്റോറി. ട്രാൻസ്ജെൻഡർ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളും കാര്യങ്ങളും, സമൂഹം അവരെ കുറ്റപ്പെടുത്തുന്നതും നാണം കെടുത്തുന്നതും ഒക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ കാണാം. ഓക്കെ, താങ്ക് യു.